കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലെ ചെർക്കള ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. അപ്പോൾ ചെർക്കളയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് തകൃതിയിൽ നടക്കുകയാണ്. ഏകദേശം വർക്ക് ഒരു സൈഡ് കഴിഞ്ഞാറായിട്ടുണ്ട്, മറുവശത്തെ വർക്ക് തകൃതിയിൽ നടക്കുകയാണ്. നമ്മളിപ്പോൾ പൊയിനാച്ചിയിലുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ പൊയിനാച്ചി മുതൽ ചെർക്കള വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സാണ്. ഒരുപാട് മാറ്റങ്ങൾ ഈ റീച്ചിൽ വന്നിട്ടുണ്ട്. നിലവിൽ മേഘയുടെ ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. നമ്മളെ പൊയിനാച്ചിയിൽ വരുന്ന ഓവർപാസിൻ്റെ നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലുണ്ട്. മുകൾ ഭാഗത്തുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്ന് പോകുകയാണ്. ഇവിടെ താഴെയായിട്ട് ഒരു വശത്ത് വാഹനത്തിനായിട്ട് 3 വരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട്. മറുവശത്തെ വർക്കാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകളിൽ ഇനി 2 ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. ഇവിടെ ഇവർ ആദ്യം സർവീസ് റോഡാണ് റെഡിയാക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് നിലവിൽ നടക്കാൻ ബാക്കിയുണ്ടത്. ഇപ്പോൾ ഒരു വശത്ത് 3 വരി പാതയാണ് തുറന്നു കൊടുത്തത്. നമ്മൾ ഈ കാണുന്ന വലതു ഭാഗത്തുള്ള ആ സൈഡിപ്പോൾ നിലവിലിപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി സർവീസ് റോഡിൻ്റെ റെഡിയാക്കാനുണ്ട്. കൂടാതെ ഈ 3 വരി പാതയുടെ ഭാഗത്തുള്ള വർക്കും നടക്കാനും ബാക്കിയുള്ളത്. ആ സർവീസ് റോഡ് റെഡിയാക്കാണ്ട് ഇനി ആ ഭാഗത്തുള്ള വർക്ക് എന്തായാലും നടക്കാനും ബാക്കിയില്ല. ഞങ്ങൾ ബസ് വരുന്ന ദൃശ്യമുണ്ട് കേട്ടോ. ചെറിയ ഇടങ്ങാണ്, ചെറിയ റോഡാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത്. എന്തായാലും സർവീസ് റോഡ് പെട്ടെന്ന് റെഡിയാക്കിയാൽ പെട്ടെന്ന് വർക്ക് പുരോഗമിക്കാൻ കഴിയും. പൊയിനാച്ചിയിലുള്ള ഭാഗത്ത് നേരത്തെ ഇവർ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ഓവർപാസ്സാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ റീച്ചിൽ 2 ഓവർപാസ്സാണ് വരുന്നത്. കൂടാതെ നമ്മൾ ഈ രണ്ടാമത്തെ റീച്ചിൽ ഈ ഭാഗത്തായിട്ടാണ് ഓവർപാസ് കാണുന്നത്, പൊയിനാച്ചി ഭാഗത്തായിട്ട്. ബാക്കിയെല്ലാം അണ്ടർ പാസേജാണ് വരുന്നത്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ഒരു അണ്ടർ പാസേജും ഓവർ പാസേജും അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും പൊയിനാച്ചിയിൽ നിലവിൽ വർക്ക് പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഇടത് ഭാഗത്തായിട്ട് ഇവർ കുഴിയെടുത്തിട്ട് റീടേൺ വാളിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. ഈ ഓവർപാസിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ ഇടത് ഭാഗത്തായിട്ടും ഇനി റീടേൺ വാൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വലതു ഭാഗത്തുള്ള വർക്കുകളും ഡ്രെയിനേജിൻ്റെ വർക്കാണ് നിലവിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് സർവീസ് റോഡ് ചെറിയ രീതിയിൽ ഈ വലതു ഭാഗത്തായിട്ട് റെഡിയായിട്ടുണ്ട്. ഇടതു ഭാഗത്ത് ഇനി റീടേൺ വാൾ കെട്ടി മണ്ണ് ഫില്ല് ചെയ്യണം. കൂടാതെ നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇനിയും വർക്കുകൾ നടക്കാനും ബാക്കിയുണ്ട്. താഴെയായിട്ട് 3 വരി പാത താൽക്കാലികമായിട്ടാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഇത് കഴിഞ്ഞ് ഇവിടെ ചെറിയ ഡൈവേഷൻ വന്നിട്ട് നിലവിൽ ഇവിടെ മുതൽ 3 വരി പാത കൂടിയാണ് ഈ സർവീസ് റോഡിൽ നിന്ന് എൻട്രായിട്ട് ഈ വാഹനങ്ങൾ പോകുന്നത്. നിലവിലിപ്പോൾ ഓവർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ്, റീടേൺ വാൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പൊയിനാച്ചി കഴിഞ്ഞ് ചട്ടഞ്ചാൽ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു കൾവേർട്ട് വരുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണമാണ് ഈ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് കേട്ടോ. റീടേൺ വാൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മണ്ണ് ഫില്ല് ചെയ്യണം ഈ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട്. ഇവിടെ മുതൽ നമ്മുടെ ചട്ടഞ്ചാൽ 55 മൈൽ വരെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് 2 ഭാഗത്തായിട്ടും. നിലവിൽ നമ്മൾ ഈ കാണുന്ന വലത് ഭാഗത്തുള്ള റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് കേട്ടോ. ഇവിടെ ചെറിയൊരു മാർജിൻ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇടത് ഭാഗത്തായി പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് നമ്മളെ പൊയിനാച്ചിയിൽ സർവീസ് റോഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള പെയിൻറ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു 10 ദിവസം മുൻപാണ് ഈ ഭാഗത്തുള്ള വീഡിയോസ് ചെയ്തത്. ആ സമയത്ത് ഇവിടെ ടാറിംഗ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 3 വരി പാതയിൽ നിലവിൽ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നമ്മളെ അധികം പ്രേക്ഷകരും മൊബൈലാണ് വീഡിയോസ് കാണുന്നത് അറിയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന തൊട്ട് മുമ്പായിട്ട് ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. പരമാവധി നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ചട്ടഞ്ചാൽ 55 മൈൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ കുറച്ചും കാറ്റർക്കുള്ള പോയ സ്ഥലമായിരുന്നു. മണ്ണെടുത്തിട്ടാണ് നമ്മുടെ ഇവിടെ 6 വരി പാത വരുന്നത്. ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് ആ പള്ളിയുടെ ഭാഗത്തായിട്ട് വരുന്നത്.
ഈ വലതു ഭാഗത്തായിട്ടും ചെറിയ രീതിയിൽ കുറച്ച് ഉയരത്തിൽ വരുന്നുണ്ട് സർവീസ് റോഡ്. എന്തായാലും ഇവിടം വരെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുതലാണ് ഈ നമ്മുടെ ചട്ടഞ്ചാൽ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ടാവുന്നത്. ഇവിടെ ഡൈവേഷൻ വന്നിട്ട് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. നമ്മുടെ ചട്ടഞ്ചാലും പിന്നെ നമ്മുടെ പൊയിനാച്ചി ഭാഗത്തുള്ള ഓവർപാസിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് ഇപ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ടാറിങ് പ്രവൃത്തികൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള RE പാനൽ വെച്ച് മണ്ണിടിച്ച് ഏകദേശം ലെവലാക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ നിലവിലിപ്പോൾ. അപ്പോൾ നേരത്തെ ഈ മണ്ണടിച്ചിട്ട് RE പാനൽ ബെൽറ്റൊക്കെ സെറ്റാക്കിയിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ചട്ടഞ്ചാൽ 55 മൈൽ ഭാഗത്തുള്ള ടാറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതാണ്. എന്തായാലും ചട്ടഞ്ചാൽ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ടും ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകളും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണടിച്ച് ലെവലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ അപ്രോച്ച് റോഡും അണ്ടർ പാസേജും തമ്മിൽ ജോയിൻറ്റ് ചെയ്യാനുള്ള വർക്കും നടക്കാൻ ബാക്കിയുണ്ട്. ചട്ടഞ്ചാൽ അണ്ടർ പാസേജ് കഴിഞ്ഞതാണ്. ഈ ഭാഗത്ത് ഇനിയും RE പാനൽ വെച്ചിട്ട് ഒരുപാട് മണ്ണിട്ട് സെറ്റാക്കി ഉയർത്തേണ്ട വർക്ക് തന്നെ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കാണുന്ന വലതു ഭാഗത്തുള്ള സൈഡിലായിരുന്നു മണ്ണടിച്ച് സെറ്റാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരാഴ്ചക്കകം ഈ ഭാഗത്തുള്ള പുരോഗതി എന്ന് വെച്ചാൽ ഇടതു ഭാഗത്തും സമാനമായ രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് വരികയാണ്. നമ്മൾ ചട്ടഞ്ചാൽ ദേളി ഭാഗത്ത് പോകുന്ന റോഡിൻ്റെ അടുത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ മുതൽ ഇപ്പോൾ നേരത്തെ മണ്ണെടുത്ത് താഴ്ത്തി കൊണ്ടാണ് നമ്മുടെ തെക്കൽ ഭാഗത്തോട്ട് റോഡ് പോകുന്നത്. എന്തായാലും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ മണ്ണടിച്ചിട്ട് താഴ്ത്തി നമ്മൾ കാണാം ഒരു ഭാഗത്ത് താഴ്ത്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ റീട്ടേൺ വാളുകൾ കെട്ടിയിട്ട് കുഴിയെടുത്ത് റീട്ടേൺ വാൾ കെട്ടിയിട്ടാണ് ഇങ്ങനെ താഴ്ത്തി റോഡ് കൊണ്ടുപോകുന്നത്. ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ തെക്കൽ ഭാഗത്തൊക്കെ ചെറിയൊരു വയഡക്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കയറ്റിറക്കുള്ള സ്ഥലം. നമുക്കറിയാം ഈ ചട്ടഞ്ചാൽ മുതൽ ചെറുക്കള വരെയുള്ള ഭാഗം വളവുകളും കുന്നുകളൊക്കെയുള്ള പ്രദേശമായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ മഴക്കാലത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കൂടിയാണ്. നിലവിൽ ഈ ഭാഗത്തുള്ള വർക്ക് പുരോഗതി നല്ല ഫാസ്റ്റായി തന്നെയാണ്. വയഡക്റ്റിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്ക് ഷട്ടറിങ് പ്രവൃത്തികൾ നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഭാഗങ്ങളായിട്ട്. നിലവിലിപ്പോൾ ഷട്ടറിങ് പ്രവൃത്തികൾ കഴിഞ്ഞ് മുകളിലുള്ള കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള താൽക്കാലികമായി നിർമ്മിച്ച റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ മണ്ണടിച്ച് താഴ്ത്തിക്കൊണ്ടിങ്ങനെ വരികയാണ്. ചെറിയൊരു വയഡക്റ്റാണ് നമ്മൾ ഈ ചട്ടഞ്ചാൽ കഴിഞ്ഞ് തെക്കിൽ ഭാഗത്തോട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നമ്മൾ കാണാം വലിയ കട്ടിയുള്ള റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മഴയൊക്കെ വരുന്നതോടുകൂടിയായിട്ടാണ് നമുക്ക് ഈ ഭാഗത്തുള്ള വർക്ക് പുരോഗതി എത്രത്തോളം നടന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുക. ഇവിടെ നല്ല രീതിയിൽ വെള്ളമൊഴുക്കുള്ള സ്ഥലമാണ്. നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് വലിയ ഡ്രെയിനേജ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ കുന്നിൻ്റെ ഭാഗത്തൊക്കെ മണ്ണടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്ത്
സോയിൽ നെല്ലിങ് നടത്തിയ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കൂടിയാണ്. എന്തായാലും ഈ ഭാഗത്തൊക്കെ റീടൈം വാൾ ഉപയോഗിച്ച് മണ്ണടിച്ച് ഏകദേശം സെറ്റായിക്കൊണ്ട് വരികയാണ്. ടാറിങ് പ്രവൃത്തികൾ ഈ ഭാഗത്ത് ചെറുതായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വലത് ഭാഗത്തുള്ള ചട്ടഞ്ചാല് കോവിഡ് നേരത്തെ ടാറ്റ ഹോസ്പിറ്റൽ നിർമ്മിച്ച കോവിഡ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഭാഗത്തുള്ള കുന്നൊക്കെ ഇടിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് മണ്ണൊക്കെ ആ ഭാഗത്ത് നിന്ന് എടുത്തിട്ട് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്ത് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. തെക്കൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് വലിയ റീടൈം വാള് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ സർവീസ് റോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെറിയൊരു പാസേജും കൂടിയുണ്ട് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മൾ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ ഭാഗം വരെ എന്തായാലും സർവീസ് റോഡ് ഇല്ലാതെയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഇടം കൂടിയാണ് നമ്മുടെ തെക്കിൽ ബേബിഞ്ച ഭാഗത്തൊക്കെ. ഈ ഭാഗത്ത് എന്തായാലും സർവീസ് റോഡ് അല്ലെങ്കിൽ ഒരു അണ്ടർ പാസേജും കൂടി കൊടുക്കേണ്ടതായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തോട് ചെയ്ത ഒരു അനീതി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അണ്ടർ പാസേജ് കൊടുക്കേണ്ടതുണ്ട്. തെക്കിൽ ഭാഗത്തൊക്കെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മളെ ബേബിഞ്ച ഭാഗത്തുള്ള ആ പള്ളിയുടെ ഭാഗത്തൊക്കെ തെക്കിൽ പാലം കഴിഞ്ഞുള്ള ഭാഗത്തൊക്കെ അവിടെ അണ്ടർ പാസേജ് എന്തായാലും കൊടുക്കേണ്ടത് ആയിരുന്നു. ഇവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ട് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന ഡ്രെയിനേജാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് നമ്മൾ തെക്കിൽ പാലം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട്. ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഈ മൂന്നരിപ്പാത ഭാഗത്ത് ടാറിങ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഈ പഴയ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. ഇവിടെ പഴയ പാലം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാത കടന്നു വരുന്നത്. എന്തായാലും ഈ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ജോയിൻറ്റിങ് വർക്കുകളൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നു കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബേബിഞ്ച ഭാഗത്ത് മണ്ണടിച്ച് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വയലുള്ള പ്രദേശമാണ്. ഇവിടെ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തി റെഡിയാക്കിയിട്ടാണ് ഇവിടെ 6 വരിപ്പാത വരുന്നത്. ഇവിടം വരെ ടാറിങ് പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. ഇവിടെയാണ് നേരത്തെ സ്ഥലമേറ്റെടുപ്പ് നടത്താൻ ബാക്കി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ ഭാഗത്ത് ഇവർ JCB ഉപയോഗിച്ചിട്ട് ഈ 2 വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഭാഗത്തുള്ള മതിലുകളൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പോലീസ് കേസൊക്കെ സ്ഥലമാണ്. അപ്പോൾ ഈ ഭാഗത്താണ് ഇനി വർക്കുകൾ നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ വെറ്റ് പിക്സ് അടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ ചെറിയൊരു കുന്ന് പ്രദേശമായിരുന്നു. അപ്പോൾ ഈ കുന്ന് നിലവിൽ ഇടിച്ചിട്ട് ഏകദേശം വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് സ്ലോ ആയിട്ട് വർക്ക് നടക്കുന്നത് കേട്ടോ. നേരത്തെ വർക്ക് കഴിഞ്ഞ സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ 2 ഭാഗത്തായിട്ടും ഇവിടെ വയഡക്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്തോട് ഉള്ള വയഡക്റ്റ് കൂടിയാണ് ഈ 3 അരിപ്പാത കൂടിയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ ഈ നടപ്പാതയുടെ നിർമ്മാണമാണ് ഈ വയഡക്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന വലതുഭാഗത്തുള്ള ചെറിയ റോഡിൽ വളഞ്ഞു വരുന്നത് അതുകൂടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത കടന്നു പോയിക്കൊണ്ടിരുന്നത്. സ്റ്റാർ നഗറിനുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഈ വളവിൽ. അപ്പോൾ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് അത് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒന്നും വർക്ക് നേരത്തെ നടന്നതല്ലാണ്ട് കാര്യമായ വർക്ക് നടന്നിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. ഏകദേശം 1 വർഷക്കാലം എടുക്കും. 1 വർഷം 1.5 വർഷത്തോളം കാലം എടുക്കും ഇവർ വർക്ക് പൂർണ്ണമായിട്ടും കഴിയാൻ വേണ്ടിയിട്ട്.
നമ്മൾ പഴയ ദേശീയപാത കൂടിയാണ് ഇവിടെയും വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നു പോകുന്നത്. ഇവിടെ റിയലിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വലിയ കുന്ന് ഇടിച്ചിട്ടുള്ളത്. ഏകദേശം കുന്നിടിച്ച് മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നീരുറവുള്ള സ്ഥലമാണ്. നിലവിലിപ്പോൾ തട്ടായിട്ടാണ് ഇവിടെ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറുവത്തൂർ ബൈപ്പാസിലൊക്കെ കാണാൻ കഴിയും, തട്ടായിട്ടാണ് ഈ മേഘ കമ്പനി വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ മണ്ണിടിച്ചലിനൊരു സൊല്യൂഷന് കണ്ടെത്തിയതായിരിക്കും ഇവർ. അപ്പോൾ എല്ലാ ഏരിയയിലും നമ്മൾ ഈ ബൈപ്പാസ് കടന്നു പോകുന്ന ഏരിയയിലൊക്കെ തളിപ്പറമ്പ് ബൈപ്പാസിലൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരവും നമ്മുടെ നീലേശ്വരം മുതൽ തളിപ്പറമ്പ് കുറ്റിക്കോൽ വരെയുള്ള ഭാഗവും വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് മേഘ കമ്പനിയാണ്. നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ഈ വലതു ഭാഗത്തായിട്ട് സോയിൽ നെല്ലി നടത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും മണ്ണിടിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ റീഅലൈൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തുള്ള ഒരു ചെറിയ റോഡില്ലേ, ദേശീയപാത നേരത്തെ കടന്നു പോയിട്ടുണ്ടായിരുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ മുതൽ ചെറിയൊരു ബൈപ്പാസ് ഉണ്ട് നമ്മളെ ബേവിഞ്ച ഭാഗത്തോട്ട്. അപ്പോൾ നിലവിൽ ആ ഭാഗത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് റോഡ്. അപ്പോൾ ചെറിയ പാസേജ് മറുവശത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഭാഗത്തുള്ള വലിയ കുന്നാണ് ഇടിച്ച് താഴ്ത്തി കൊണ്ടുവരുന്നത്. എന്തായാലും ആ തട്ടായിട്ട് ഇവർ മണ്ണെടുക്കുന്നത് കൊണ്ട് മണ്ണിടിച്ചൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്ത് സോയിൽ നെല്ലി നടത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇടത് ഭാഗത്ത് കാണുന്ന റോഡ് കൂടിയാണ് ഇരുഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത്. ഈ വലതു ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ഇനിയും കുറച്ച് താഴ്ചയുള്ള പ്രദേശമാണ്. ഇവിടെ റീട്ടേൺ വാൾ കെട്ടിയിട്ട് മണ്ണ് ഫില്ലാക്കിയിട്ട് 6 വരിപ്പാതയുടെ നിർമ്മാണം ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെയും റീഅലൈൻമെൻറ്റ് നടന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പോലെയുള്ള റോഡ് കൂടിയായിരുന്നു നേരത്തെയുള്ള ദേശീയപാത കടന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത്. എന്തായാലും മഴക്കാലം വീണ്ടും വരാൻ പോവുകയാണ്. ഇവിടെ റീട്ടൈൻ വാള് കെട്ടിയിട്ട് മണ്ണിടിച്ച് ഫില്ലാക്കേണ്ട വർക്ക് നടക്കാൻ ബാക്കിയാണ്. നിലവിലിപ്പോൾ റീട്ടൈൻ വാളിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. ചെർക്കള ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. അപ്പോൾ ഒരു വശത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് കുഴികളെടുത്തിട്ട് ഇനി പില്ലറിൻ്റെ വർക്കാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വശത്തെ ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇനി മറുവശത്തുള്ള പൈൽ ക്യാപ്പിൻ്റെ വർക്കാണ് കുറച്ച് ഭാഗങ്ങൾ നടക്കാൻ ബാക്കിയുള്ളത്. പിന്നെ നമ്മൾ ആ സ്റ്റാർട്ടിങ് ഭാഗത്ത് പില്ലറിൻ്റെ വർക്ക്, ഫൗണ്ടേഷൻ വർക്കാണ് നിലവിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ, കോൺക്രീറ്റ് വർക്കൊക്കെ നടന്നിട്ടുണ്ട്. നല്ല താഴ്ചയുള്ള പ്രദേശമാണ് കേട്ടോ ഈ വലത് ഭാഗത്ത്. ചെർക്കള ടൗൺ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ചെർക്കള ടൗണിൽ നിന്നും 6 വരിപ്പാതയിലേക്കുള്ള ആക്സസിൻ്റെ നിർമ്മാണം. അപ്പോൾ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പില്ലറിൻ്റെ വർക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെർക്കള ടൗണിൻ്റെ ഭാഗത്ത് നിലവിൽ ഇപ്പോൾ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുള്ള ഭാഗത്ത് ഷട്ടറിങ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇവിടെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ചെർക്കള സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടി ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
നമ്മൾ പൊയിനാച്ചി മുതൽ ചെർക്കള ടൗൺ വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ.